എന്താണ് ഇഷ്ടപ്പെടാത്തത്? അതൊന്ന് പറഞ്ഞേ. മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം എന്താണെന്ന് അറിയും. ഞാൻ തന്നെയാ പറഞ്ഞത്, പക്ഷെ ഇതിനേക്കാളും നന്നായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇവനോടൊരു കാര്യം പറഞ്ഞേക്കാം, അത്രയ്ക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ എന്റെ കിച്ചണിലേക്കൊന്ന് വാ. ജോർദാറെ, എല്ലാവരുടെ ബില്ല് നമുക്കേ കൊടുക്കാൻ പറ്റില്ല. അതിന്റെ ആവശ്യം എന്തായാലും വരാൻ പോകുന്നില്ല. ആർക്കെങ്കിലും ആഹാരം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൈ ഇങ്ങനെ നക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ സോർദാർ ചെയ്ത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങളുടെ മനസ്സിലൊന്നും വെക്കരുതേ. ഉസ്താദ്, നിങ്ങൾ എന്നെക്കാളും വലിയ ഉസ്താദാണ്. ദാഹിച്ചാൽ നമ്മൾ വെള്ളം കുടിക്കണം. എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ നിങ്ങൾ വെള്ളം കുടിക്കണം. നിങ്ങൾ എന്തായാലും ഞങ്ങളെ രക്ഷിച്ചു, അതിനുവേണ്ടി ഞങ്ങൾ താങ്ക്സും പറഞ്ഞു കഴിഞ്ഞു. ഇനിയെങ്കിലും എന്റെ പുറകെ വരരുത് പ്ലീസ്. എനിക്കിനി ഒരാഗ്രഹമേ ഉള്ളൂ, നിങ്ങളോടൊപ്പം ചേർന്ന് എനിക്ക് നന്നായിട്ട് പാചകം പഠിക്കണം. എടോ, ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വെച്ച് തന്നെ കൊണ്ട് പഠിക്കാൻ കഴിയോ? ബണ്ണി, എന്തെങ്കിലും ചെയ്യാ. ഇവൻ പുറകെ വരുന്ന നിർത്താനായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഐഡിയ. ഷെഫ്, ഷെഫ്, നിങ്ങളുടെ ഉസ്താദിന് വേണ്ടി ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവരാൻ കഴിയില്ലേ? എന്തുകൊണ്ട് കഴിയില്ല? ഇപ്പൊ വാങ്ങിട്ട് വരാം. എന്തായാലും ഇവിടെ എത്തിയല്ലോ, നമുക്ക് സാധനങ്ങളൊക്കെ ഉടൻ തന്നെ വാങ്ങിയേക്കാം. സാധനങ്ങളുടെ ലിസ്റ്റ്. ഇവിടെ 50% ഓഫർ ഉള്ളതാണ്. നിങ്ങൾ എന്തായാലും സുഖമായിട്ട് ഇവിടെ ഇരിക്കെ. നിങ്ങൾക്കുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിട്ട് വരാം. ഇവിടുന്ന് രക്ഷപ്പെടാൻ വരൂ. എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരിക്കില്ല. ഉസ്താദിന്റെ ആഗ്രഹം ഇതാണെങ്കിൽ ഞാൻ പുറകെ വരാതിരിക്കില്ല. നമസ്കാരം. മട്കുമോളെ, നീ എന്തിനാ ആരോട് ചോദിക്കാതെ പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്? മട്കു, നീ വീട്ടിൽ പറയാതെയാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അതെ, ഇവര് രണ്ടുപേരും ചേർന്ന് എന്നെ മാജിക് പഠിക്കാൻ നിർബന്ധിക്കുകയാണ്. മാലാഖ ആവുമ്പോ പിന്നെ മാജിക് പഠിക്കേണ്ടി വരില്ലേ മോളെ? അല്ലെങ്കിൽ നിന്നെ മാലാഖയായിട്ട് ആര് അംഗീകരിക്കും? മാലാഖമാരുടെ പ്രത്യേകതകളൊക്കെ നിനക്കും വേണ്ടതല്ലേ? അത് എന്നെ കൊണ്ട് പറ്റുന്നതല്ല അച്ഛാ. എനിക്ക് മാജിക് പഠിക്കുന്ന ഇഷ്ടമല്ല. നിനക്കത് പഠിക്കാതെ വേറൊരു മാർഗവും ഇല്ല. നോക്കുമോളെ, അച്ഛൻ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നത്. മാലാഖയാവുമ്പോൾ മാലാഖമാരുടെ പ്രത്യേകതകൾ നിനക്ക് വേണ്ടേ? മര്യാദക്ക് വന്നില്ലാന്നുണ്ടെങ്കിലേ എനിക്ക് നിന്നെ പിടിച്ചോണ്ട് പോവേണ്ടി വരും. എന്റെ ഫ്രണ്ടിനെ അങ്ങനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. അയ്യോ, സോർദാർ ബണ്ണി ഹണി വീണു. അങ്കിളിന് മാജിക് അറിയാവുന്നല്ലേ? എന്റെ വലിയളിനെ പഴയതുപോലെ ആക്കണം. ഞങ്ങൾക്ക് മാജിക്കിലൂടെ ഗിഫ്റ്റ് കൊടുത്ത് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ മാത്രമേ കഴിയൂ. ഇതുപോലുള്ള മുറിവുകളൊന്നും മാറ്റാൻ കഴിയില്ല. ഇവനെ വേഗം ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോ. സോറി മട്കു, ഹണിയുടെ വേദന അങ്ങനെയൊന്നും മാറില്ല. ഹണി, നിന്റെ വേദന എല്ലാം മാറും. ഇവന്റെ തലയിലെ മുഴ കാണുന്നില്ലല്ലോ. വേദനയും പോയി. സോറി അങ്കിളിന്റെ കാലം നന്നായിട്ട് മാജിക് കാണിക്കാൻ മഗ്ഗുവിനെ അറിയാം. മഗ്ഗുവിന്റെ നല്ല മനസ്സാ, അവൾക്ക് നല്ലൊരു ഹൃദയമുണ്ട്. അവളൊന്ന് തൊട്ടാലോ സംസാരിച്ചാലോ രോഗം മാറും. ഒരാളുടെ സങ്കടം മാറ്റുന്നതിനേക്കാളും വലിയൊരു മാജിക് ഈ ലോകത്ത് എന്താണ് ഉള്ളത്, അല്ലേ അങ്കിൾ?
എടോ വെയിറ്ററെ ഒന്നിങ്ങോട്ട് ശ്രദ്ധിക്കേ. ഈ ആഹാരം വളരെ കുറവാണല്ലോ. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. ഷെഫ് എന്തുണ്ടാക്കുന്നു അതൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് വളരെ കുറവാണല്ലോ. അല്ല താൻ എങ്ങോട്ടായി പോകുന്നത്? അല്ല എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാണ്. തനിക്ക് എന്താണ് ഇതിനകത്തുള്ള പ്രശ്നമാണെന്ന് പറയാ. അല്ല ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാല് ഇതില് ഉപ്പ് അല്പം കുറവാണ്. കേറി വന്നോളൂ തിന്നാനായിട്ട് ഓരോരുത്തന്മാരും. എന്നിട്ട് ഞാൻ ചെയ്യുന്ന ആഹാരം ശരിയല്ല എന്ന് പറഞ്ഞോളും. എന്റെ ഹോട്ടലിൽ നല്ല രീതിയിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കാൻ നോക്കാം. കേൾക്കാം. ആരും ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഷെഫ് നല്ല ആഹാരം തന്നെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും കഴിച്ചോളൂ. നോക്കി ഹണി, നോക്കി. നമുക്ക് ഒരു സൈക്കിളിന്റെ വീൽ വേണം, അതുപോലെ നമുക്ക് ചെറിയൊരു മോട്ടോർ വേണം, പിന്നെ ഒരു കാറിന്റെ ബാറ്ററിയും. അത്രേ ഉള്ളൂ. മോട്ടർ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ എല്ലാരും ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാൻ നോക്കേ. ഞാൻ തോത്താറാമിന്റെ കയ്യിൽ നിന്ന് ബാറ്ററി വാങ്ങിക്കൊണ്ടുവരാം. ഞാൻ പോയി സൈക്കിളിന്റെ വീല് കൊണ്ടുവരാം. എന്നാ പോകാം. അതെ ആരെങ്കിലും വന്ന് രക്ഷിക്ക. ഇതെന്താ പാർക്കാണെന്ന് വിചാരിച്ചോ ഇങ്ങനെ ഊഞ്ഞാലാടാൻ? ഞാൻ കുടുങ്ങിയിരിക്കയാണ്, എന്നെ ഒന്ന് രക്ഷിക്കണേ. നീ ടയറിനകത്ത് കേറിയത് എന്തിനാ? അല്ല ഇതാരാ? ഇത് മാലാഖമാരുടെ ലോകത്തുനിന്ന് വന്നതാ. അയ്യോ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടോ? സോറി, ഞാൻ ആ സമയത്ത് അത് എടുക്കാൻ പോയപ്പോഴാ താഴെ വീണത്. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഈ നീര് വേഗം തന്നെ മാറും. ആ ഇവര് തൊട്ടപ്പോ എല്ലാ മുറിവുകളും പോയല്ലോ. ഇവർ മാലാഖയാ. ആ മട്കു മാലാഖ. മട്കു മാലാഖയോ? അതെ അതെ, മട്കു എന്നാണ് എന്റെ പേര്. ഞാനിനി ഒരു വികൃതിയും കാണിക്കില്ല. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനും നിങ്ങളുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കട്ടെ. ഹാ ആ. ഏയ്, ഹാ, 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 ഹു, ഹു. നന്നായിട്ട് തട്ടുന്നുണ്ടല്ലോ. ഇത് മാലാഖയോ അതോ രാക്ഷസിയോ? അടിപൊളി. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു. ഇനി ഉച്ചയോടെ 2 മണിക്കൂർ കഴിഞ്ഞു മതി. ഇവിടെ ഒട്ടും സമയം പോകുന്നില്ല. മട്കു നിന്റെ മാന്ത്രിക വടിയെടുക്ക്. നമുക്ക് ഉടൻ തന്നെ മാലഹമാരുടെ രാജ്യത്തിലേക്ക് പോകാം. പക്ഷെ എന്റെ കയ്യിൽ മാന്ത്രിക വടിയില്ലല്ലോ. എന്നാ പിന്നെ മാജിക് കാണിച്ച് ഐസ്ക്രീം വരുത്ത്. വേണ്ടടാ, ചോക്ലേറ്റ് മതി. എനിക്കൊരു ചോക്ലേറ്റിന്റെ മിൽക്ക് ഷേക്ക് മതി. നിങ്ങൾ ഈ പറയുന്ന മാജിക് ഒന്നും എനിക്കറിയില്ല. മട്കു, നമുക്ക് കുറച്ചേരം ആകാശത്തുനിന്ന് പറഞ്ഞിട്ട് വന്നാലോ? അയ്യോ. നിന്റെ കടയിലുള്ള സാധനമൊക്കെ എന്റെ കടയിലാ വന്ന് വീഴുന്നത്. കട നടത്തുമ്പോ മര്യാദയ്ക്ക് നടത്തേ, മനസ്സിലായോ? എടോ തനിക്ക് തന്റെ ചട്ടി എടുത്ത് അകത്തുകൊണ്ട് വെച്ചൂടെ?
കൂടുതൽ സംസാരിക്കണ്ട. സംസാരിച്ചാ നിന്നെ അടിച്ചു പരത്തി ചുരുട്ടി എടുത്ത് ഷോക്കേഴ്സിൽ വെക്കും. അതിനു മുമ്പ് തന്നെ ഞാൻ അയൺ ചെയ്ത് ഉണക്കി വടിയാക്കി ആങ്കറിൽ തൂക്കും. കേട്ടോ? നിങ്ങൾ വഴക്കൂടണ്ട, ഇത് ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. നിങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചോ, അപ്പൊ കടയ്ക്ക് നല്ല ഭംഗിയുണ്ടാവും. തോത്തറാം, എനിക്ക് ബാറ്ററി വേണം. ഇത് കൊണ്ടുപോയി നീ നിന്റെ തലക്കകത്തെ ബൾബ് കത്തിക്ക്. എന്താ എന്ത് പറ്റി? എനിക്ക് കാറിന്റെ ബാറ്ററിയാ വേണ്ടത്. അത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ഇതാ തന്നേക്കാം. താങ്ക് യു. നാളെ തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, ബൈ ബൈ. ചേട്ടാ, ഇത് എത്ര സമയമാവെന്ന് പറ. ഞങ്ങൾക്ക് കിറ്റിയുടെ പ്രോഗ്രാം കാണാൻ പോവുള്ളതാ. എന്താ എത്ര സമയം എടുക്കുന്ന ചോദിച്ചേ? സമയമെടുക്കും, പക്ഷെ അത്രയ്ക്ക് എടുക്കില്ല. ചിലപ്പോ ശരിയാവും, ചിലപ്പോ ശരിയാവില്ല. ഞാൻ മുകളിലോട്ട് കയറി ചെന്ന് സംസാരിക്കാം. ഈ ട്രാഫിക്കിന്റെ ശബ്ദം കാരണം ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ ചേട്ടാ, ഇത് ശരിയാക്കി എടുക്കാൻ ചേട്ടന് എന്തോരം സമയം വേണ്ടി വരും? കഴിഞ്ഞു. കൊള്ളാലോ. ഓക്കേ. ആ ചേട്ടനെ കഴിയാറായെന്നാ പറഞ്ഞത്. പക്ഷെ ഇതുവരെ ലൈറ്റ് എത്തിയിട്ടില്ല. വരും, അയാളടുത്ത് പറഞ്ഞല്ലോ, ഇപ്പൊ തന്നെ ശരിയാവും. ഹണിക്ക് പറ്റിയ കൂട്ടുകാരനാ. ടെലിഫോൺ പോസ്റ്റേ കേറി ഇരിക്കുന്നവൻ എങ്ങനാ കറണ്ട് ശരിയാക്കുന്നത്? കഴിഞ്ഞു. ഇനി ആരെങ്കിലൊക്കെ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾ കറണ്ട് ശരിയാക്കിയില്ലേ? ഞാനെന്തിനാ അതൊക്കെ ചെയ്യുന്നേ? ഞാനേ ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ ആളാ. അതൊക്കെ ഇലക്ട്രിസിറ്റിക്കാരുടെ പണിയാ. ജോർദാറെ, നീ ഈ പ്ലേറ്റ് 4 ബ്ലൈഡ് പോലെ കട്ട് ചെയ്യണം. ഹണിയും നന്ദുവും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇത് നന്നായിട്ട് കെട്ടിവെക്കണം. പോപ്പട്ടെ, നീ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ, ആണി ഇടാനുള്ള ദോരം ഇടാൻ മറന്നുപോയി. അടിച്ചു പൊളച്ചു തിമിർത്തു. നിന്റെ കൂടെ ഉള്ളത് ഈ പോപ്പട്ടാണ്. നിക്ക്. കൊച്ചലിയ, ഞങ്ങളെ കോണി വെച്ച് കെട്ടിയിട്ടുണ്ട്. അത് നിവർത്തി വെച്ച് ബാലൻസ് നോക്ക്. വിട്ടേക്ക് നന്ദു. അതവിടെ വെച്ചിട്ടേ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. എടാ കഴുതകളെ, എന്തെങ്കിലും ചെയ്യുമ്പോ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേ? അത് ശരി, എന്റെ അടുത്താണോ നിന്റെ കളി? അയ്യോ, നീ എന്തായാലും സ്കൂട്ടറിനെ എയറോപ്ലെയിനാക്കി മാറ്റിയുള്ള പണി. ഞങ്ങളെ രക്ഷിച്ചതിന് വേണ്ടി വീണ്ടും ഒരു താങ്ക് യു. ഇതെന്റെ കടമയാണ്. എന്റെ ഉസ്താദിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്ക് പാചകം എന്തായാലും എന്റെ ഉസ്താദ് പഠിപ്പിച്ചു തരും. നോക്ക്, ഇങ്ങനെയൊക്കെ ചെയ്ത് ആരടുത്തുനിന്ന് ഒന്നും തന്നെ പഠിക്കാൻ കഴിയില്ല. ഷെഫ്, ഇങ്ങനെയൊക്കെ സംസാരിച്ച ആരും പാചകം പറഞ്ഞു തരില്ല. പറഞ്ഞു തരുന്ന ആൾക്ക് എന്തായാലും പറഞ്ഞു തരാൻ ഒരു മനസ്സുണ്ടാവണമല്ലോ. സംശയമുണ്ടോ? ദേ നോക്ക്, നീ ഉണ്ടാക്കുന്ന പാചകം നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്റെ റെസ്റ്റോറന്റിലേക്ക് ഞങ്ങൾ വന്നത്. പക്ഷെ ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ എനിക്കാണോ തെറ്റ് പറ്റിയത്? എനിക്ക് പാചകം ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ്. ഞാൻ വളരെ സ്നേഹത്തോടെയാണ് ആഹാരം ഉണ്ടാക്കുന്നത്. നീ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കാൻ നോക്ക്. തെറ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നന്നാവാൻ കഴിയുക? ആഹാരം അഹങ്കാരത്തോടെയല്ല, സ്നേഹത്തോടെ ഉണ്ടാക്ക്. അങ്ങനെ ചെയ്താൽ നീ ഉണ്ടാക്കുന്ന ആഹാരം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. എനിക്ക് എന്റെ എല്ലാ തെറ്റുകളും മനസ്സിലാക്കി തന്നു. ഉസ്താദാണ് എന്റെ വലിയ ഉസ്താദ്. എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്തായാലും പോവുകയാണ്. ഇനി ഞാൻ എല്ലാവർക്കും സ്നേഹത്തോടെ തന്നെ ആഹാരം ഉണ്ടാക്കും.
ഞങ്ങൾ നിന്നെ കൊണ്ടുവന്നാക്കാം. നീ എങ്ങനെ പോകാൻ പോകുന്നേ? ട്രെയിനിലാണ് പോകാൻ പോകുന്നത് അതോ എയർപോർട്ടിലോട്ടാണ് പോകുന്നേ? ഇതെന്തായാലും ഒരു കഠിനമായ ചോദ്യമാണ് ഉസ്താദ്. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു മണ്ടൻ തന്നെയാണ്.